ഇത് എൻ്റെ ശംഖുപുഷ്പമാണ്. ശംഖുപുഷ്പം കംപ്ലീറ്റ് ഞാൻ പൊട്ടിച്ചു. എന്നിട്ടൊരു മാല കെട്ടി കൃഷ്ണന് ചാർത്തി കൊടുത്തു. എന്നാലും അതിൽ ഇനിയും പൂ നിൽക്കുന്നുണ്ട്, പൂക്കൾ ഇനിയുണ്ട്. ഇന്നലെ വിരിഞ്ഞ പൂക്കൾ നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഇറങ്ങിയിട്ടുള്ളത് ഈ കാണുന്ന പച്ച ഷീറ്റ് ഇട്ടിട്ടുള്ള സ്ഥലം കംപ്ലീറ്റ് ഞങ്ങളുടെ ഗ്രോ ബാഗ് ഇരുന്നിരുന്ന സ്ഥലമാണ്. ഇവിടെ നിറച്ച് ഞങ്ങൾ നാട്ടിലുണ്ടായിരുന്നില്ല, ഒരു മാസം പുറത്തായിരുന്നു. അപ്പോൾ പുല്ല് നിറഞ്ഞു, ഗ്രോ ബാഗ് കംപ്ലീറ്റ് പുല്ല് നിറഞ്ഞു. അപ്പം നമ്മളതൊക്കെ നീക്കി ഗ്രോ ബാഗൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചു. ഇന്നത്തെ പണിയാണ് കേട്ടോ. അതൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ചു. അതിൽ തൈക്കൾ വേറെ നടണം, പുല്ലൊക്കെ പറിച്ച് വെച്ചു. ഇനി ചെയ്യാൻ പോണേന്ന് വെച്ചെങ്കിൽ ഇവിടെ മൾച്ചിങ്ങിൻ്റെ ഷീറ്റ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ആ ഷീറ്റ് വിരിച്ചിട്ടിട്ട് അതിൽ ഗ്രോ ബാഗ് വെക്കാൻ പോവുകയാണ്. ഇത് ഞാൻ റംബുട്ടാൻ തൈ കൃഷിഭവനിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. N80 വാങ്ങിച്ച് വെച്ചത് വലിയ ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത്. വെച്ചെങ്കിൽ എനിക്ക് വെയിലുള്ള സ്ഥലം കുറവാണ്. അപ്പോൾ ഇനി കാണാൻ പോകുന്നത് എൻ്റെ ഈ വർഷത്തെ മണിമുല്ല. എന്നോടൊപ്പം തന്നെ ഒരു മുന്തിരിവള്ളി പടർന്നു വരുന്നുണ്ട്. മണിമുല്ല ദേ മുട്ടിട്ട് തുടങ്ങി. ഇത്രയൊന്നുമല്ല, ഇതൊക്കെ മണിമുല്ലയുടെ മുട്ടുകളാണ്. ഇത്തിരി വലുതാവുമ്പോഴാണ് നമുക്കതിൻ്റെ ഭംഗി ശരിക്കും അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ എത്രയുണ്ട്, വലിയൊരു എന്താ ഇതിൻ്റെ അടിയിൽ മനോഹരമായിട്ട് ഒരു ചില്ല വരുന്നുണ്ട്. ഇത് കണ്ട മണിമുല്ലയാണ്. ഇതൊക്കെ ഇവിടെ നിന്നിട്ട് പൂ വിരിയുമ്പോഴാണ് ഭംഗി ഉണ്ടാവുക. നമ്മൾ പുല്ല് പറിച്ച് റെഡിയാക്കിയ ഭാഗത്ത് മൾച്ചിങ് ഷീറ്റ് ഇടണം കേട്ടോ. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞാൽ ഇനി പുല്ല് മേലേക്ക് വരില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതിൻ്റെ മേലെ ഗ്രോ ബാഗ് കൊണ്ടുവയ്ക്കും. ഇതാണ് ബ്ലാക്ക് കളർ ഷീറ്റ്. നമ്മൾ ഷീറ്റ് വിരിച്ചിട്ട് അതിൽ ഗ്രോ ബാഗുകൾ വെക്കണം കേട്ടോ. തയ്യൊന്നും ഇല്ല അതിൽ, ഞങ്ങൾ തൈ നട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ പുതുതായിട്ട് തുടങ്ങണം. അപ്പോൾ ഷീറ്റ് ഇതേ ഇങ്ങനെ കറക്റ്റാക്കി വിരിച്ചിട്ടുണ്ട്. ഈ അറ്റം വരെ ഒരു 60 ഗ്രോ ബാഗ് നമുക്ക് വെക്കാൻ പറ്റും. ഈ പൂ വിരിഞ്ഞ് നിൽക്കുന്നത്, പൂ കാണിച്ചോ, ഈ പൂ വിരിഞ്ഞ് നിൽക്കുന്നത് കണ്ട വളർന്നും പയറെന്ന് പറയുന്ന പയറാണ്. അപ്പുറത്ത് ഈ ചെറുതായിട്ട് പടർന്നിട്ടുള്ളത് ചതുരപ്പയറാണ്. അതൊന്നും ഉണങ്ങാണ്ട് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ഷീറ്റ് ഇട്ട് കഴിഞ്ഞു. നമ്മൾ കംപ്ലീറ്റ് നിരത്തി വെച്ചു. ഇതിൽ ഇന്നോ നാളെ ആയിട്ട് തൈക്കള് നടും. അപ്പം ഇനി ഇതിൽ പുല്ല് മുളക്കില്ല എന്നുള്ളൊരു ആശ്വാസമാണ് നമുക്കുള്ളത്. അതല്ലെങ്കിൽ നിറച്ച് എല്ലാ ദിവസവും പറഞ്ഞ പോലെ ഇങ്ങനെ പുല്ല് പറിക്കണമായിരുന്നു. അറ്റം വരെ ഗ്രോ ബാഗ് വെച്ചിട്ടുണ്ട്.